ദൃശ്യത്തിന്റെ ഫസ്റ്റ് പാർട്ട് എഴുതുമ്പോൾ ആദ്യം പോലീസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞ കോൺസെപ്റ്റേ ഇല്ല. അവർ സംസാരിക്കുന്നതിന് താഴെയാണ് ഇത് കുഴിച്ചിട്ടിരിക്കുന്നത്. പിന്നെ അവിടുന്ന് വന്നതാണ് പോലീസ് സ്റ്റേഷനല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഭയങ്കരമായി വലിയ വിഷ്വൽ ഇട്ട് കളിക്കുന്ന ഒരാളല്ല. ഞാൻ കൂടുതലും കഥാപാത്രങ്ങളും കഥാമുഹൂർത്തങ്ങളും അതിനും വെച്ച് അതിനെ ഡിമാൻഡ് ചെയ്യുന്ന വിഷ്വൽസ്. എപ്പോഴും എൻ്റെ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്കിപ്പോൾ എൻ്റെ ഇപ്പം ആർട്ടാണേലും ഫോട്ടോഗ്രാഫി ആണേലും ഞാനതിനെ ഒരു ആ കഥയ്ക്ക് അല്ലെങ്കിൽ ആ കഥയുടെ പശ്ചാത്തലത്തിന് മുകളിലേക്ക് ഞാൻ അതിനെ എൻഹാൻസ് ചെയ്യാൻ സമ്മതിക്കുകയാണ്. അന്ന് ആ പുൾ ബാക്ക് ഷോട്ടും അങ്ങനത്തെ വേറെ 1-2 ഷോട്ടും നമ്മുടെ ഒരു പരീക്ഷണം, ഒരു സ്റ്റൈലൈസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ചെയ്തതാണ്. അതിന് സമാനമായ ഒരു കൈൻഡ് ഓഫ് ഷോട്ട് നമ്മൾ ഇതിനകത്ത് ചെയ്തു. പക്ഷെ ഇതിനകത്ത് 100% സിനിമ ഡിമാൻഡ് ചെയ്യുന്ന പർപ്പസ് ഉള്ള ഒരു ഷോട്ടാണ്. അങ്ങനെ അവർ ആ പ്രശ്നങ്ങളിലെ എന്താ പറയുക അതിജീവിച്ച് കടന്നു പോകുന്നതാണ് ഈ സിനിമ. എല്ലാ ത്രില്ലറുകളും അത് തന്നെയാണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ഒരു ടിപ്പിക്കൽ ത്രില്ലറിൻ്റെ ഒരു പാറ്റേണിലാണെങ്കിൽ അല്ലെങ്കിൽ കഥാപരമായി അങ്ങനെയാണെങ്കിലും ആ കഥ കാണുകയും അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ചെയ്യുകയും ചെയ്യുമ്പോൾ ഒരു വേറൊരു ഫീൽ ഉണ്ടാക്കാൻ ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. ഈ ദൃശ്യം 3 ഒക്കെ വരുമ്പോൾ അതിനകത്ത് ആ കഥയ്ക്കും അതിലെ കഥാപാത്രങ്ങളോടും നീതി പുലർത്തി തന്നെ പോകണം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെയാണ് സമയം എടുക്കുന്നത്. ഒരു 3 ഉണ്ടാക്കാനാണെങ്കിൽ എനിക്ക് 3 എത്ര ഉണ്ടാക്കാൻ പറ്റും. സിനിമ ഇൻഫ്ലുവൻസ് ചെയ്യും 100%. കാരണം എനിക്കതിന് വ്യക്തമായ ഒരു ഉദാഹരണം എൻ്റെ മനസ്സിലുണ്ട്. ഡൈ ഹാർഡ് 2 എന്ന് പറയുന്ന സിനിമ ഞാൻ കണ്ടിറങ്ങി ഷെനായിസിൽ നിന്ന് ഇറങ്ങിയിട്ട് ആദ്യം ചെയ്ത് സീർട്ട് പഠിച്ചു. കാരണം അതിനകത്ത് ബ്രൂസ് വില്ലീസ് വലിക്കുന്ന അപ്പം നമുക്ക് ടെംപ്റ്റഡ് ആയി. അപ്പം അത് സംഭവിക്കും. ഇപ്പോൾ നമ്മൾ ഇരിക്കുന്നത് നിരാശൻ്റെ ലൊക്കേഷനിലാണ്. നമ്മളും യൂഷ്വലി ചെയ്യുന്ന ഇൻ്റർവ്യൂ പാറ്റേൺ സ്റ്റൈലിലൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഫിക്സഡ് ഫ്രെയിമിൽ സ്റ്റുഡിയോ ഫ്ലോറിലാണ്. നമുക്കും ഇത് പുതിയൊരു എക്സ്പീരിയൻസ് ആണ്. എനിക്ക് ചോദിക്കാനുള്ളത്, അത്രയധികം സിനിമകൾ പല ജോൺറയിൽ ഓഡിയൻസ് മുന്നിൽ എത്തുന്നുണ്ട്. 2024 മുതൽ ഇപ്പോഴാണെങ്കിലും ഇപ്പോൾ ഈ ലാസ്റ്റ് രേഖാചിത്രം വരെ വരുമ്പോൾ ഈ പറയുന്ന പോലെ ഓൾട്ടർനേറ്റ് ഹിസ്റ്ററി, അത്തരത്തിൽ ജോണർ ബ്ലെൻഡിങ് സ്റ്റൈലുകളെല്ലാം യൂസ് ചെയ്യുന്നുണ്ട്. അവിടെ നിരാശ വരുമ്പോൾ അതിലൊരു ത്രില്ലർ സ്വഭാവം ഉണ്ടെന്ന് നേരത്തെ പറഞ്ഞിരുന്നു. എന്തായിരിക്കും നിരാശനൊരു കിക്ക് അല്ലെങ്കിൽ ഹൈ എന്ന് പറയാൻ മാത്രം ഡയറക്ടേഴ്സ് പെർസ്പെക്റ്റീവ്? ഹൈ എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് ഇപ്പം പറയാൻ പറ്റത്തില്ല. ബേസിക്കലി ഇതൊരു സ്ലോ ബേണിങ് ത്രില്ലറാണ്. അപ്പോൾ ഇതിനകത്ത് തന്നെ വെച്ച് കഴിഞ്ഞാൽ കഥാപരമായി ഭയങ്കര വലിയ പുതുമയൊന്നും നമ്മൾ അവകാശപ്പെടുന്നില്ല. പക്ഷേ ഈ നമ്മൾ സിനിമ ഒരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ടുള്ള മീഡിയ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. നമ്മളിപ്പോൾ ഏത് കഥ പറഞ്ഞാലും എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ സമാനതകളൊക്കെ ഉണ്ടാവും. പക്ഷെ അപ്പോൾ പോലും നമ്മൾ ആ കഥ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആ കഥയിൽ നമ്മളങ്ങ് രസിച്ച് ഇരുന്ന് നമ്മളതിൻ്റെ ക്യാരക്ടേഴ്സിൻ്റെ മാനസികാവസ്ഥയിലൂടെ നമ്മളും യാത്ര ചെയ്യുക. അവരുടെ ഇമോഷൻസ് നമുക്കും കിട്ടുമ്പോഴാണ് അവരൊക്കെ ആ സിനിമയിലേക്ക് കൂടുതൽ അടുക്കുന്നത്. അപ്പം നമ്മൾ ഈ പറഞ്ഞ പോലെ ഇതിനകത്തെ ഒരു കേന്ദ്ര കഥാപാത്രം എന്ന് പറയുന്നത് അപർണയും ആസിഫുമാണ്. അപ്പോൾ ബേസിക്കലി അപർണയെ ചുറ്റിപ്പറ്റിയാണ് ഈ സിനിമ നിൽക്കുന്നത്. അപ്പോൾ അപർണയുടെ ക്യാരക്ടർ, അഭിരാമി എന്ന് പറയുന്ന ക്യാരക്ടറുടെ ലൈഫിലുണ്ടാകുന്ന കുറേ പ്രശ്നങ്ങളും ആ പ്രശ്നങ്ങളിലേക്ക് സഹായിക്കാനായിട്ട് വരുന്ന അപർണയുടെ ഒരു സുഹൃത്തും ടോട്ടലി സ്ട്രേഞ്ചർ ആയിട്ടുള്ള ഒരാളും, ആ സ്ട്രേഞ്ചറെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക്, അതാണ് ആസിഫിൻ്റെ ക്യാരക്ടർ, വരുന്നത് കുറച്ച് സെൽഫിഷ് ഒരു ഇതിൽ തന്നെയാണ്. പക്ഷെ ഒരു പരിധി കഴിയുമ്പോൾ അതിനപ്പുറത്തേക്ക് ഒരു സിൻസിയറായിട്ട് ആ പുള്ളിക്കാരിയുടെ പ്രശ്നങ്ങളിലേക്ക് പുള്ളിയും ഇറങ്ങിത്തിരിക്കുകയാണ്. അങ്ങനെ അവർ ആ പ്രശ്നങ്ങളിലെ എന്താ പറയുക അതിജീവിച്ച് കടന്നു പോകുന്നതാണ് ഈ സിനിമ. എല്ലാ ത്രില്ലറുകളും അത് തന്നെയാണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ഒരു ടിപ്പിക്കൽ ത്രില്ലറിൻ്റെ ഒരു പാറ്റേണിലാണെങ്കിൽ അല്ലെങ്കിൽ കഥാപരമായി അങ്ങനെയാണെങ്കിലും ആ കഥ കാണുകയും അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ചെയ്യുകയും ചെയ്യുമ്പോൾ ഒരു വേറൊരു ഫീൽ ഉണ്ടാക്കാൻ ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. ഒരുപക്ഷെ അതായിരിക്കും ഇതിൻ്റെ ഹൈ എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഇത്ര അധികം ത്രില്ലർ സിനിമകൾ എഴുതുന്നുണ്ട്, സംവിധാനം ചെയ്യുന്നുണ്ട്, വീണ്ടും ഒരു ത്രില്ലർ വരുമ്പോൾ അവിടെ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്നത് ടെക്സ്റ്റ് ആണോ അല്ലെങ്കിൽ ഞാൻ കൺസീവ് ചെയ്യുന്ന വിഷ്വലാണോ? എനിക്ക് ബേസിക്കലി ഞാൻ കുറച്ചുകൂടി ഒരു സ്ക്രിപ്റ്റ് ഓറിയൻറ്റഡ് ഫിലിം മേക്കറാണ്. ഞാനിപ്പോഴും പറയാറുണ്ട്, ഞാനൊരു സ്റ്റോറി ടെല്ലറാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഭയങ്കരമായി വലിയ വിഷ്വൽ ഇട്ട് കളിക്കുന്ന ഒരാളല്ല. ഞാൻ കൂടുതലും കഥാപാത്രങ്ങളും കഥാമുഹൂർത്തങ്ങളും അതിനും വെച്ച് അതിനെ ഡിമാൻഡ് ചെയ്യുന്ന
വിഷ്വൽസ്. എപ്പോഴും എൻ്റെ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിപ്പോൾ എൻ്റെ ഇപ്പം ആർട്ടാണേലും ഫോട്ടോഗ്രാഫി ആണേലും ഞാനതിനെ ഒരു ആ കഥയ്ക്ക് അല്ലെങ്കിൽ ആ കഥയുടെ പശ്ചാത്തലത്തിന് മുകളിലേക്ക് ഞാൻ അതിനെ എൻഹാൻസ് ചെയ്യാൻ സമ്മതിക്കുകയില്ല. കാരണം എനിക്കത് റിയലിസ്റ്റിക് ആയിട്ട് പോകണം. മനസ്സിലായോ? ഇപ്പോൾ ഒരു പർട്ടിക്കുലർ വീടൊരു കഥാപാത്രമാണ്, അല്ലെങ്കിൽ പർട്ടിക്കുലർ ഒരു ലൊക്കേഷൻ്റെ കഥാപാത്രമാണെങ്കിൽ നമുക്കവിടെ ഒത്തിരി മോഡിഫിക്കേഷൻസ് വരുത്താം. ഒരു പ്രൊഡക്ഷൻ ഡിസൈനറെ വെച്ചിട്ട് നമുക്കതിനെ ഭയങ്കര ഫ്രെയിം ഭയങ്കര, അപ്പം ചിലപ്പോൾ അതിൻ്റെ ആ ഒരു തനിമ നഷ്ടപ്പെടും. അപ്പം ഞാൻ ആ തനിമയിൽ തന്നെ കൊണ്ടുപോകാനാണ് ഞാൻ എപ്പോഴും ശ്രമിക്കാറ്. കാരണം ഇപ്പം ദൃശ്യം എടുത്താലും ഇതെടുത്താലും അതുകൊണ്ട് ചിലർക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. ചിലർ എന്നോട് ചോദിക്കുന്നുണ്ട്, ചേട്ടൻ എന്താ ഇങ്ങനെ ചെയ്യുന്നത്? എന്നാൽ മെമ്മറീസിൽ അങ്ങനെയല്ല. മെമ്മറീസിൽ ഞാനതിന് വേറൊരു മൂഡ് കൊടുക്കാൻ എൻഹാൻസ്മെന്റ് ഉണ്ട്. ദൃശ്യവും ഇതുമൊക്കെ എന്താണെന്ന് വെച്ചാൽ ഒരു റിയൽ ലൈഫാണ്. അപ്പൊ എനിക്കത് ക്ലോസ് ടു ലൈഫ് എന്ന് പറയുന്ന 100% ലൈഫ് ആവാൻ പറ്റത്തില്ല, അപ്പം നമ്മളതിനെ ക്ലോസ് ടു ഇത് എന്നുള്ള രീതിയിൽ നമ്മളെപ്പോഴും പിടിക്കും. അതുകൊണ്ട് എപ്പോഴും സിനിമാറ്റോഗ്രാഫർ ആണെങ്കിലും പ്രൊഡക്ഷൻ ഡിസൈനർ ആണെങ്കിലും എൻ്റെ അടുത്ത് വന്നിട്ട് ചേട്ടാ നമുക്ക് ഇങ്ങോട്ട് ഇപ്പൊ സതീഷിന് യൂസ്ഡ് ആയി, അപ്പൊ പുതിയൊരു പ്രൊഡക്ഷൻ കൺട്രോളാണ്, പുള്ളി വന്ന് ഇങ്ങനെ ചെയ്യുമ്പോൾ ഞാൻ പറയും ഇപ്പൊ ഒരു ഓഫീസ് ഇടുക, ഒരു SP-യുടെ ഓഫീസ് ഇടുമ്പോൾ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഒരു സമയത്തുണ്ടായിരുന്നു ആ ഓഫീസൊക്കെ കണ്ടപ്പോൾ ഭയങ്കര പോഷ്, ഭയങ്കര സ്റ്റൈൽ. പക്ഷെ ഞാൻ ചിന്തിക്കുന്നത് നമ്മുടെ ഓഫീസ് ഇങ്ങനെയാണോ? അല്ല, കുറച്ച് റിയൽ ആക്കാൻ നോക്കുക എന്ന് പറയുന്ന ഒരു ഇതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നേരെന്ന് പറയുന്ന സിനിമയിൽ നമ്മളൊരു ഒതന്റിക് കോടതിയാണ്. ഞാൻ കൂടുതലും അങ്ങനെ ഒരു സ്ക്രിപ്റ്റ്, ക്യാരക്ടർ അല്ലെങ്കിൽ സിറ്റുവേഷൻ ഓറിയന്റഡ് ആയിട്ട് സിനിമയെ അപ്രോച്ച് ചെയ്യുന്ന ഒരാളാണ്. എനിക്കിപ്പോൾ മെമ്മറീസ് പറഞ്ഞപ്പോഴേ എനിക്ക് തോന്നുന്നു അതുവരെയുള്ളൊരു സിനിമ സ്റ്റൈലിൽ ഈ വിഷ്വൽ ഗിമിക്കുകളും കൂടെ കൂടുതൽ ഫോക്കസ് ചെയ്തിരുന്നതിൽ അതിൽ തന്നെ ഈ കില്ലറ് പോകുന്ന ഒരു പുൾ ഔട്ട് ഷോട്ട് ഉണ്ടായിരുന്നല്ലോ CG-യിൽ വർക്ക് ചെയ്തത്. അത് ആ സമയത്ത് കാണുമ്പോൾ ഒരിക്കലും ആ പോയിന്റ് പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നില്ല. അവിടെ ഈ ത്രൂ ഫ്ലാറ്റ് കറങ്ങി വന്ന് ബസ്സിനകത്തേക്ക് എത്തുന്ന വരെയുള്ള ആ ജേണി, അതുപോലെ തന്നെ ഇപ്പം ഈ ക്ലൈമാക്സിലെ ഈ ഷൂട്ടിംഗ് പോയിന്റ് വരെ അവിടെ ഇപ്പോൾ ഒരു സ്ലോമോ യൂസ് ചെയ്യുന്നത്, അവിടെ ബ്രീത്തിങ് സ്പേസ് കൊടുക്കുന്നത്, ഈ വിഷ്വൽ ഗിമിക്സ് യൂസ് ചെയ്യുന്നത് അധികം കണ്ടിട്ടുമില്ല. ഈ പറഞ്ഞ റിയലിസ്റ്റിക്കിനോട് അടുത്ത് നിൽക്കാനാണ്. പക്ഷെ മെമ്മറീസ് ചെയ്യുന്ന സമയത്ത് മെമ്മറീസിൽ ഇത്തരം കാര്യങ്ങൾ വേണം. ഇതാണ് സിനിമയെ കൊണ്ടുപോകാൻ പോകുന്നത്. ഈ സിനിമാറ്റിക് എക്സ്പീരിയൻസിൽ ഇത്ര എൻഹാൻസ്മെന്റുകൾക്ക് സാധ്യതയുണ്ട്. എന്തുകൊണ്ട് ആ കോൾ ആ സമയത്ത് എടുത്ത്? അല്ല, ബേസിക്കലി ഞാനന്ന് അതിന്റെ തുടക്കത്തിൽ എൻ്റെ സിനിമാറ്റോഗ്രാഫറോട് തന്നെ പറഞ്ഞത്, ഇയാളുടെ ലൈഫ് എന്ന് പറയുന്നത് കാർമേഘം മൂടിക്കിടക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പൊ അതിന്റെ ഒരു ടോൺ അതായിരിക്കും. പിന്നെ അതിന്റെ ഫസ്റ്റ് ഹാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലാഗ് ഉണ്ട്. അതിന് ലാഗ് മനഃപൂർവ്വം ഇട്ടേക്കുന്നത്. കാരണം അയാളുടെ ലൈഫിൽ മുഴുവൻ ഇതാണ്. അവിടുന്ന് അത് അയാൾ സ്ലോലി അയാൾ ബിൽഡ് ചെയ്ത് കയറുന്നതനുസരിച്ച് സിനിമ വേറൊരു പേസിലേക്ക് പതുക്കെ കയറുന്നുണ്ട്. അപ്പോഴും ഒരു നോർമൽ ഇങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് സിനിമയുടെ പേസിലേക്ക് നമ്മൾ കൊണ്ടുപോകുന്നില്ല. കാരണം അയാൾക്ക് ഉള്ള ട്രാൻസ്ഫോർമേഷൻ ഒരു പരിധിയുണ്ട്. എന്ന് പറയുന്ന ഒരു അപ്രോച്ച് ഉണ്ടല്ലോ. അപ്പൊ ഇപ്പൊ ആ പുൾ ബാക്ക് ഷോട്ടിന്റെ കാര്യം പറഞ്ഞില്ലേ, അന്ന് ആ പുൾ ബാക്ക് ഷോട്ടും അങ്ങനത്തെ വേറെ 1-2 ഷോട്ടും നമ്മുടെ ഒരു പരീക്ഷണം, ഒരു സ്റ്റൈലൈസ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ചെയ്തതാണ്. അതിന് സമാനമായ ഒരു കൈൻഡ് ഓഫ് ഷോട്ട് നമ്മൾ ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതിനകത്ത് 100% സിനിമ ഡിമാൻഡ് ചെയ്യുന്ന പർപ്പസ് ഉള്ള ഒരു ഷോട്ടാണ്. അത് നമ്മളൊരു ഫുൾ CG വർക്കിലാണ് അത് ചെയ്യുന്നത്. മറ്റേതിനകത്ത് അങ്ങനെയല്ല. ബോധപൂർവ്വം നമുക്ക് അതിനൊന്ന് സ്റ്റൈലൈസ് ചെയ്ത് വേറൊരു വിഷ്വൽ ഇത് ഓഡിയൻസ് ഉണ്ട്. ഒരുപക്ഷെ ഇന്ന് ചെയ്തായിരുന്നെങ്കിൽ അതിലും മനോഹരമായിട്ട് ചെയ്യാൻ പറ്റും. ഞാനും മാഗ്മത്തിലെ ടോണിയും കൂടെ ഞങ്ങളൊരു പരീക്ഷണാർത്ഥം ഒരു പരിപാടി ചെയ്തതാണ്. പക്ഷെ അന്നത്തെ കാലത്ത് ഒത്തിരി പേര് ചോദിച്ചു അതെങ്ങനെ ചെയ്തു, എന്താ ചെയ്തെന്നൊക്കെ ചോദിച്ചു. എന്ന് പറഞ്ഞാൽ ചില സിനിമ ചില പരിപാടികളൊക്കെ നോക്കും. പക്ഷെ അപ്പോഴും ഇതാണ് കഥയിൽ നിന്ന് മാറിയിരിക്കുന്നത്. കാരണം എന്നോട് ഞാൻ പണ്ട് വായിച്ച് പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങളാണ്. അതിൽ നിന്ന് ഇതിപ്പോൾ എത്രത്തോളം ശരി ഞാൻ കേട്ടറിവ് വെച്ച് അല്ലെങ്കിൽ വായിച്ചറിവ് വെച്ചിട്ട് പറയാണ്. ബാലു മഹേന്ദ്ര സാറ് പറഞ്ഞു, ഒരു സിനിമ കണ്ട് ഇറങ്ങിക്കഴിഞ്ഞിട്ട് ഒരാൾ പറയുകയാണ്, അപ്പോൾ അതിൻ്റെ സിനിമാറ്റോഗ്രാഫി ഉഗ്രനായിരുന്നു എന്ന് പറഞ്ഞാൽ ആ സിനിമാറ്റോഗ്രാഫർ ഫെയിലായി എന്നാണ് അർത്ഥം. കാരണം അത് മുഴച്ചു നിൽക്കുന്നതുകൊണ്ടാണ് അതങ്ങനെ സിനിമയ്ക്ക് മുകളിൽ നിൽക്കുന്നു, ആ സിനിമയുടെ കഥയുമായിട്ട് അത് ബ്ലെൻഡ് ചെയ്യുന്നില്ല എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ. ഇപ്പം അദ്ദേഹത്തിൻ്റെ പേര്, അദ്ദേഹം മരിച്ചുപോയി, തമിഴ് ഡയറക്ടർ, അദ്ദേഹം നമ്മുടെ കമൽ സാറിനെയൊക്കെ വെച്ച് പടം ചെയ്ത് അദ്ദേഹം എനിക്കൊരു ഇതയച്ചായിരുന്നു ദൃശ്യം കഴിഞ്ഞിട്ട്. അപ്പം അതിനകത്ത് കുറേ കാര്യങ്ങൾ പറഞ്ഞു. അതിനകത്ത് മ്യൂസിക് ഈസ് നോട്ട് ഹേർഡ് ബട്ട് ഫെൽറ്റ് എന്ന് എഴുതി. ഇപ്പം പക്ഷെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൻ്റെ വ്യത്യാസമായിരിക്കും. ഇപ്പം ലൗഡ് മ്യൂസിക് ഭയങ്കര ലൗഡാക്കി വേറൊരു ഇതിലാണ്. പക്ഷെ എനിക്കിപ്പോഴും എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ സീനിന് ബ്ലെൻഡ് ചെയ്യുന്ന രീതിയിൽ മ്യൂസിക് കൊണ്ടുപോകണം എന്ന് പറയുന്നത്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ സ്റ്റൈലുണ്ട്. ഇതിൽ ഒരാളുടെ ശരി മറ്റൊരാളുടെ തെറ്റുന്നല്ല.
എൻഡ് ഓഫ് ദ ഡേ ജനത്തിന് എന്താണ് ഇഷ്ടം അത് കൊടുക്കുക. നാളെ ഇത് എടുക്കില്ല എന്ന് കണ്ടാൽ ഞാനും ചിലപ്പം ആ പാറ്റേൺ മാറ്റാൻ ശ്രമിക്കും. എനിക്ക് തോന്നുന്നു മിറാഷ് വരുന്ന സമയത്തുള്ള ഈ ഓഡിയൻസിന്റെ എക്സൈറ്റ്മെന്റുകളിൽ ആസിഫിന്റെ കാസ്റ്റിങ്ങിനും ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം ആസിഫിന്റെ ഒരു ഹിറ്റ് സ്ട്രേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു, നിങ്ങളുടെ മൾട്ടിപ്പിൾ കൊളാബറേഷൻസ്, പിന്നെ ആസിഫിനെ ചൂസ് ചെയ്യുന്നതും ആസിഫ് എന്ന ആക്ടറിൽ എന്തായിരിക്കും ഇനി പുതിയ എക്സ്പ്ലോർ ചെയ്യാണ്ടാവുക? അങ്ങനെ ഉണ്ടോ? അതോ ആ ക്യാരക്ടർ ഇനി എക്സ്പ്ലോർ ചെയ്യാനുള്ള രീതിയിലുള്ള ഞാനും ആസിഫൂടെ വേറെ 1-2 പ്രൊജക്ടുകളും ഞാൻ 1-2 സബ്ജക്ട് പറഞ്ഞ ആസിഫിന് ഇഷ്ടപ്പെട്ടു. ഞങ്ങളും അതും പൈപ്പ് ലൈനിലുണ്ട്. തീർച്ചയായിട്ടും അതും ചെയ്യും. ആസിഫിന്റെ ഒരു ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പം ലെവൽ ക്രോസ് കണ്ടില്ല, അപ്പൊ അങ്ങനെ എപ്പോഴും ക്യാരക്ടറിന് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുത്ത് പെർഫോം ചെയ്ത് പോസിറ്റീവ്. ഇപ്പൊ ഉയരെ എന്ന് പറഞ്ഞ സിനിമയില് ഒരു നെഗറ്റീവ് ഷെയ്ഡുള്ള ചെയ്യല്. ഞാൻ പറഞ്ഞ ആർട്ടിസ്റ്റ് അങ്ങനെ ആയിരിക്കണം, അല്ലാതെ നമ്മളെപ്പോഴും പോസിറ്റീവ് ഇത് മാത്രം ഉള്ള ക്യാരക്ടേഴ്സ് അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ ആസിഫിനിൽ അങ്ങനെ ഒരു ഭയങ്കരമായ രീതിയിൽ ഒരു ആക്ടർ എന്നുള്ള നിലയിൽ ഭയങ്കര ഡെയറിങ് ആണ്. പിന്നെ ഇപ്പൊ ഇതിലേക്ക് വരാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളിപ്പോ അപർണയുടെ ക്യാരക്ടർ ഇത് വന്ന് പ്രായം കൊണ്ടും ഇതുപോലത്തെ ചെറുപ്പക്കാരനെ ഒരു കാസ്റ്റിംഗ് ആയിരുന്നു. നമ്മൾ ആസിഫിനോട് കഥ പറഞ്ഞപ്പോൾ പറഞ്ഞു ചേട്ടാൻ ചെയ്യാം. ഈ സിനിമയിൽ നിങ്ങൾ ഇത് ചെയ്യുമ്പോൾ കാണാം എവിടെയോ ഇതിന്റെ ഒരു സെൻട്രൽ ക്യാരക്ടർ എന്ന് പറയുന്നത് അപർണയാണ്. മനസ്സിലായോ? പക്ഷേ ഫീമെയിൽ ഓറിയന്റഡ് ആ ക്യാരക്ടറിലാണ് അതിന് നിൽക്കുന്നത്. പക്ഷെ ചിലർക്ക് ഉണ്ടാവും അയ്യോ അത് അങ്ങനെ. പക്ഷെ ആ സിനിമയെ സംബന്ധിച്ചോളം പുള്ളിയുടെ ക്യാരക്ടറിന്റെ ഇമ്പോർട്ടൻസ് പുള്ളിക്ക് മനസ്സിലാക്കിയിട്ടാണ് പുള്ളി അത് ചെയ്തത്. പുള്ളിക്കും ചെയ്യാനുണ്ടെന്ന് മനസ്സിലാക്കിയപ്പോൾ അപ്പം അങ്ങനത്തെ ഒരു രീതിയിൽ ചിന്തിക്കുന്ന ഒരാളാണ്. പക്ഷെ ഞാനിപ്പോ പല ആർട്ടിസ്റ്റിന്റെ അടുത്തും ചെല്ലുമ്പോൾ അവർക്ക് ഫൈറ്റ് വേണം. ഇപ്പൊ ഈയിടെ ഒരു ആക്ടർ ഒരു സിനിമ ഞാനുമായിട്ട് കമ്മിറ്റ് ചെയ്തു, എല്ലാം കഴിഞ്ഞിട്ട് ഒരു 3-4 മാസത്തിന് ശേഷം എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു ചേട്ടാ കുറച്ചുകൂടി ഒരു വലിയ സിനിമ ഞാൻ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നു. ഞാൻ ചെറിയ സിനിമ വലിയ സിനിമയൊന്നും അങ്ങനെയല്ലോ ചിന്തിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, ആയിക്കോട്ടെ, എനിക്ക് പ്രശ്നം. 4 മാസത്തിന് കഥ പറഞ്ഞു ഓക്കെ പറഞ്ഞിട്ട് 4 മാസത്തിന് ശേഷം എൻ്റെ അടുത്ത് വന്നിട്ട് പറയാണ് നമുക്ക് ഇച്ചിരി ഒരു വലിയ ഇത് നല്ല കഥയാണ്, പക്ഷെ എനിക്ക് ഇച്ചിരി ഒരു വലിയ സിനിമ ചെയ്യണം ചേട്ടനുമായിട്ട് ചെയ്യുമ്പോൾ. പിന്നെ പണ്ട് വേറൊരു അടുത്ത് വന്നപ്പോൾ ചേട്ടാ എനിക്ക് ദൃശ്യം പോലെ ത്രില്ലറാണ് വേണ്ടത്. അപ്പൊ വരുന്ന കഥയും കാര്യങ്ങളും അതിനകത്ത് എന്തെങ്കിലും പെർഫോം ചെയ്യാനുണ്ടെന്ന് നോക്കുക എന്നുള്ളതല്ല ഇമ്പോർട്ടൻറ്റ്. അപ്പം എനിക്കറിയില്ല, അത് ഓരോരുത്തരുടെ രീതി. ആസിഫിന് അതല്ല. ആസ് എ ആർട്ടിസ്റ്റ് എനിക്ക് അതിനകത്ത് എന്താ ചെയ്യണം അങ്ങനെ നോക്കുന്നത്. എന്റെ ഇൻപുട്സിനുള്ള വാല്യൂ അവിടെ ഉണ്ടെങ്കിൽ പാത്താവാന്നുള്ളത്. ഈ ദൃശ്യം 3 അനൗൺസ് ചെയ്യുന്ന പോയിന്റില് ഏറ്റവും കൂടുതൽ ട്വിറ്റർ അടക്കമുള്ള എല്ലാ പ്ലാറ്റ്ഫോമിലും വന്നിരുന്നത് ഈ ക്രോസ് ഓവേഴ്സ് ആയിരുന്നു. സാം ആണോ വരുന്നത്, കൂമനാണോ വരുന്നത്? അങ്ങനെയൊന്നും ഞാൻ അങ്ങനത്തെ പരിപാടികൾക്ക് ഇപ്പൊ കുറെ പേര് അങ്ങനെ ചെയ്യും. യൂണിവേഴ്സ് അല്ല, അങ്ങനെ ഒരു യൂണിവേഴ്സ് ക്രിയേറ്റ് ചെയ്യാനോ അതിന് ദൃശ്യം 3 ഒക്കെ വരുമ്പോ അതിനകത്ത് ആ കഥയ്ക്കും അതിലെ കഥാപാത്രങ്ങളോടും നീതി പുലർത്തി തന്നെ പോകണം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെയാണ് സമയം എടുക്കുന്നത്. ഒരു 3 ഉണ്ടാക്കാനാണെങ്കിൽ എനിക്ക് 3 എത്ര ഉണ്ടാക്കാമായിരുന്നു. അപ്പൊ ഞാൻ അതിനകത്തൊരു ഇതിൽ എൻ്റെ ഏറ്റവും വലിയ ബേർഡനും അതാണ്. ഇപ്പൊ ഇതുപോലെ ഒരു കഥാപാത്രത്തിനെ കൊണ്ടുവന്നൊരു ന്യൂസ് വാല്യൂ ഉണ്ടാക്കി ആ പ്രൊജക്റ്റിനെ വലിയ അതല്ല. ഞാൻ ആ കഥയോടും കഥാപാത്രത്തോടും ജസ്റ്റിഫൈ ചെയ്ത് പോവുക. അതിന് വേണ്ടിയിട്ടുള്ള അതിനകത്തെ കഥാപാത്രങ്ങളുടെ മനസ്സ്, അതിന്റെ വളർച്ച എന്നൊക്കെ പറയുന്ന രീതിയിൽ അതിന് വേണ്ട ആരെങ്കിലും പുതിയതായിട്ട് കൊണ്ടുവരണമെങ്കിൽ കൊണ്ടുവരിക, അത്രേ ഉള്ളൂ. ഇപ്പൊ ഇതിനകത്ത് മുരളി ഗോപി വന്ന പോലെ, മുരളി ഗോപി വന്നു എന്ന് പറഞ്ഞ പോലെ അതൊരു ക്യാരക്ടർ അപ്പൊ എന്ന് പറഞ്ഞ പോലെ. അപ്പൊ അതിനകത്ത് 3-നകത്തും എന്റെ അപ്രോച്ച് എങ്ങനെയായിരിക്കും? ഇപ്പൊ 3 പറയുമ്പോൾ എനിക്ക് തോന്നുന്നത് ഒരു ഫ്രാഞ്ചൈസി, ഇപ്പൊ ദൃശ്യം ഒരു ഫ്രാഞ്ചൈസി ആവുന്നുണ്ട് മൾട്ടിപ്പിൾ ലാംഗ്വേജുകളിൽ. ഈവൻ ഇൻ അവർ ഇൻഡസ്ട്രി ഇവിടെയാണല്ലോ ഒറിജിൻ വരുന്നത്. ഈ ഓൾറെഡി എക്സ്പ്ലോർ ചെയ്ത ക്യാരക്ടേഴ്സ്, അവരുടെ കഥാപരിസരങ്ങൾ, അവരുടെ വേൾഡിലെ പുതിയ ഈവൻസ് ആണല്ലോ ഓരോ ഭാഗങ്ങളായി വരുന്നത്. അവിടെ ചെല്ലുമ്പോൾ ഇതിൽ കുറച്ചുകൂടി ഈസിനെസ് ഉണ്ടോ ശരിക്കും, എഴുത്തിലാണെങ്കിലും ഈ സെറ്റിങ്ങിലാണെങ്കിലും ഒക്കെ? ക്യാരക്ടറൈസേഷന് എനിക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ബുദ്ധിമുട്ടില്ല, ബാക്കപ്പ് ഉണ്ട്. കാരണം ഓൾറെഡി അറിയാം. ഇപ്പൊ പിന്നെ പ്രഭാകർ ഹസ്ബൻഡ് എന്താണ്, ഭാര്യ എന്താണെന്നുള്ളത് അവർക്കറിയാം. സഹദേവൻ എന്താണെന്നറിയാം, അല്ലെങ്കിൽ മറ്റേ ജോർജ് കുട്ടി മക്കൾ എങ്ങനെയാണെന്നറിയാം, റാണി എങ്ങനെയാണെന്നറിയാം. അപ്പൊ അവരെ ഒന്നും പ്രത്യേകിച്ച് എടുത്ത് ഇപ്പൊ അതിനകത്ത് പുതിയതായിട്ട് വന്നപ്പോ കള്ളുകുടിയനായ ഭർത്താവും ഭാര്യയും നെയ്ബർ അതെനിക്ക് എസ്റ്റാബ്ലിഷ് ചെയ്തുകൊണ്ട് സമയം എടുത്തു. മനസ്സിലായോ? അപ്പം അങ്ങനെ വന്നപ്പോ ഞാൻ അതിന് ഒത്തിരി സമയം എടുത്തു. കാരണം പുതിയ ആർട്ടിസ്റ്റാണ്, പുതിയ ക്യാരക്ടേഴ്സ് ആണ്. അപ്പൊ അങ്ങനത്തെ ഇതിലാണ്. പക്ഷെ എക്സിസ്റ്റിംഗ് ഇത് ഓൾറെഡി അവരുടെ ക്യാരക്ടേഴ്സ് ഓഡിയൻസിന് അറിയാം. അപ്പൊ പിന്നെ നമുക്ക് ഈസി ആയിട്ട് കൊടുത്തിട്ട് അവിടുന്ന് നേരെ കഥയിലേക്ക് കയറിയാൽ മതി. അതിന് താമസമില്ല. എന്നത്തേക്ക് ദൃശ്യം 3 പ്ലാൻസ് കാര്യങ്ങൾ അറിയില്ല. ഞാൻ എഴുതാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. അത് എഴുതി തീരുമ്പോ ഈ എഴുത്ത് എങ്ങനെ ശരിക്കും ഭയങ്കര സമയം എടുക്കുന്ന പ്രോസസ് ആണോ? അല്ല, എനിക്കത് എന്റെ പ്രോബ്ലം വെച്ചാൽ അത് ഡെവലപ്പ് ചെയ്ത് വരുന്ന സമയമാണ് അതിനകത്ത് വരുന്നത്. വൺസ് ഒരു ഫ്രെയിമായി അതിനകത്തേക്ക് സീക്വൻസുകളും മനസ്സിൽ വന്ന് ക്ലൈമാക്സും ഉണ്ടെങ്കിൽ
അത്രയും ഒരു ഇതായി കഴിഞ്ഞാലേ ഞാൻ എഴുതാൻ തുടങ്ങുള്ളൂ. ഇപ്പോഴും ഞാനത് പേപ്പറിലേക്ക് ആക്കിയിട്ടില്ല. അതൊരു ഫ്രെയിമായിട്ട് മനസ്സിൽ ഇങ്ങനെ ബിൽഡ് ചെയ്ത് കൊണ്ടുവരികയാണ്. ഇങ്ങനെ ഒരു ഇതായിട്ട് ഇന്റർവെല്, ബിഗിനിങ്. ഇപ്പം ആദ്യം എൻ്റെ ക്ലൈമാക്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇപ്പൊ അതിന്റെ അകത്ത് ഓപ്പണിംഗ് എങ്ങനെയാന്ന് കിട്ടി, അതിന്റെ ഇന്റർവെൽ ഏതാണ്ട് എങ്ങനെയായിരിക്കും എന്നൊരു ഊഹമുണ്ട്. അത് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാം. പിന്നെ ഓരോരോ ക്യാരക്ടറുടെ പ്ലേസ്മെന്റ്, കാര്യങ്ങൾ എങ്ങനെയായിരിക്കണം, എന്തായിരിക്കണം, അതിങ്ങനെ പതുക്കെ സെറ്റ് ചെയ്ത് കൊണ്ടുവരികയാണ്. എന്നിട്ട് വൺസ് അതൊരു നമുക്കൊരു കോൺഫിഡൻസ് ആകുമ്പോൾ നമ്മൾ എഴുത്തിലേക്ക് വരും. ഈ സിനിമ ആസ് എ മീഡിയം ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന തരത്തിൽ പല ഡിസ്കഷൻ നടക്കുന്നുണ്ട്. എനിക്ക് ചോദിക്കാനുള്ളത്, ജിത്തു ജോസഫ് ആസ് എ ഫിലിം മേക്കർ, ഒരു കുഞ്ഞുനാളിൽ കാണുന്ന ഒരു ആദ്യത്തെ സിനിമയായിരിക്കാം, അല്ലെങ്കിൽ സിനിമ ആസ് എ വണ്ടർ കിക്ക് ചെയ്യുന്നതിലും പടമായിരിക്കാം, മേക്കർ ആയിരിക്കാം, വിഷ്വൽ ആയിരിക്കാം. ശരിക്കും എന്താ സിനിമയുടെ ഒരു ഇൻഫ്ലുവൻസ് ഇത്രയും വലിയൊരു ലോങ് ജേർണിയില് ലൈഫ്? അതെ, ജിത്തു ജോസഫിന് എന്താണ് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള സിനിമ? കഥ പറയുന്നു, സ്റ്റോറി ടെല്ലിംഗ്. ഞാൻ ചെയ്യട്ടെ. ചെറുപ്പം തൊട്ട് നമുക്ക് ചെറുപ്പകാലത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ കുട്ടികളായിരിക്കുമ്പോൾ എന്ന് വെച്ചിട്ട് നമുക്കുള്ള നമ്മുടെ മുതിർന്നവരോ നമ്മുടെ മദറോ അല്ലെങ്കിൽ നമ്മുടെ ബ്രദേഴ്സോ ആരെങ്കിലും നമ്മളോട് കഥ പറയുന്ന കഥ കേൾക്കാൻ ഇഷ്ടമല്ലേ? ഇപ്പോഴും ആൾക്കാർക്ക് ഇഷ്ടമാണ്. അതുകൊണ്ടാണ് തിയേറ്ററിൽ വന്നിരിക്കുന്നത്. അത് നല്ല രീതിയിൽ പറഞ്ഞാൽ ഇപ്പോഴും ആൾക്കാർ ഒരു ഫൈറ്റും ഒരു ചേസും ഒരു ഇതും ഒന്നും വേണമെന്നില്ല. ഇപ്പൊ ഞാനൊരു റീസെന്റ് എക്സാമ്പിൾ പറയാം, കിഷ്കിന്ധ കാണ്ഡം. മനസ്സിലായോ? അത് എന്തൊരു വെൽ റിട്ടൺ സ്ക്രിപ്റ്റ് ആണ്. എത്ര നല്ല മനോഹരമായിട്ട് അത് ചെയ്തു. അതുപോലത്തെ ഒത്തിരി സിനിമകൾ ഇപ്പൊ ഈ അടുത്ത കാലത്ത് നമുക്ക് ഒത്തിരി സിനിമകൾ വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ ഞാൻ എപ്പോഴും പറയുന്നത് എൻ്റെ കുറെ ഫേവറേറ്റ്സ് എന്ന് പറയുമ്പോൾ അതിനകത്ത് മറ്റേ ഇപ്പൊ കിഷ്കിന്ധ കാണ്ഡവും വന്നു, കുമ്പളങ്ങി നൈറ്റ്സ്, അല്ലെങ്കിൽ നമ്മുടെ മറ്റേ ഇത് എന്താ മഹേഷിന്റെ പ്രതികാരം, അങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള പടങ്ങളുണ്ടല്ലോ. അതിനകത്തൊക്കെ വലിയ ഫൈറ്റും ബഹളം ഒന്നുമില്ലല്ലോ, പക്ഷെ നല്ല നോവൽറ്റി ഉള്ള കഥകളാണ്. ആൾക്കാർ ആ പടങ്ങൾ വിജയിപ്പിച്ചില്ലേ? അതുകൊണ്ടാണ് കഥ. അതിൽ തന്നെ കുറച്ചുകൂടി ഒന്ന് അതിനെ ഗ്ലാമറൈസ് ചെയ്ത് വേറെ രീതിയിൽ എക്സൈറ്റിംഗ് ആയ ഒരു സ്ലൈറ്റ്ലി ലാർജർ ദാൻ ലൈഫ് ചെയ്താലും ഓഡിയൻസിന് ഓക്കെയാണ്. പിന്നെ അത് എനിക്ക് തോന്നുന്നത് കേരളത്തിൽ മലയാള ഇൻഡസ്ട്രി വരുമ്പോൾ കുറച്ച് സെൻസിബിൾ ആയിരിക്കണം എന്ന് അവർക്ക് നിർബന്ധമുണ്ട്. മലയാള സിനിമ എന്നാൽ ഇതേ ഓഡിയൻസ് തന്നെ തമിഴും ഹിന്ദിയും ലോജിക്കില്ലേരും അവർ എൻജോയ് ചെയ്യും. അതാണ്. അപ്പൊ നമ്മുടെ ഓഡിയൻസിന്റെ ഒരു പ്രത്യേകത അതാണ്. അപ്പം എന്നെ സംബന്ധിച്ചോളം സിനിമ എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തത് അതാണ്. പിന്നെ എല്ലാവരും ചോദിക്കുന്നുണ്ട് സിനിമ മനുഷ്യനെ വഴിതിരിച്ചു വിടുവോ ഇല്ലയോ? സിനിമ ഇൻഫ്ലുവൻസ് ചെയ്യും 100%. കാരണം എനിക്കതിന് വ്യക്തമായ ഒരു ഉദാഹരണം എൻ്റെ മനസ്സിലുണ്ട്. ഡൈ ഹാർഡ് 2 എന്ന് പറയുന്ന സിനിമ ഞാൻ കണ്ടിറങ്ങി ഷെനായിസിൽ നിന്ന് ഇറങ്ങിയിട്ട് ആദ്യം ചെയ്ത് സിഗരറ്റ് പഠിച്ചു. കാരണം അതിനകത്ത് ബ്രൂസ് വില്ലീസ് വലിക്കുന്ന അപ്പം നമുക്ക് ടെംപ്റ്റഡ് ആയി. അപ്പം അത് സംഭവിക്കും. എനിക്ക് വേണം ഒത്തിരി പേര് അതുപോലെ ഈ ചില സിനിമയിൽ മറ്റേ നമ്മുടെ ഇതില്ലേ വാറ്റിനകത്ത് മറ്റേ ഇതൊക്കെ സിനിമ കണ്ടിട്ട് ട്രൈ ചെയ്ത ആൾക്കാരുണ്ട്. എല്ലാത്തിനെയും അത് നല്ല രീതിയിൽ എടുത്താൽ കുഴപ്പമില്ല. അതുകൊണ്ട് സിനിമ ഇൻഫ്ലുവൻസ് ചെയ്യലൊന്നും അല്ല, സിനിമയൊക്കെ എല്ലാവരെയും ഇൻഫ്ലുവൻസ് ചെയ്യും. ഈ ത്രില്ലർ ഡിസൈൻ ചെയ്യുമ്പോഴേ ഒരു സമയത്ത് ആളുകൾ ത്രില്ലർ സിനിമകളുടെ അവരെ ക്ലൈമാക്സിൽ ട്വിസ്റ്റ് ബ്രേക്കിംഗ് ആണ്. എന്നായിരുന്നു ഇത്ര നേരത്തെ പരിപാടി മൊത്തം, ഇതായിരുന്നു റീസൺ എന്നുള്ള ആ റീസണ് വേണ്ടി വൈ എന്നുള്ള ക്വസ്റ്റ്യനിലായിരുന്നു. പിന്നെ ഒരു പോയിന്റ് ത്രില്ലർ ഡ്രാമകൾ വരുമ്പോൾ ചിലപ്പോൾ ആദ്യമേ എന്ത് സംഭവം എന്നുള്ളത് പറയുന്നുണ്ട്. അവിടെ നിന്ന് ഇവരുടെ ഇന്നർ കോൺഫ്ലിക്ട്സ് ആയിരിക്കാം, ഡ്രാമ ബിൽഡിംഗ് ആയിരിക്കാം. ശരിക്ക് എഴുതുന്ന സമയത്ത് ഇപ്പോഴേ എങ്ങനെയാണ് ത്രില്ലേഴ്സ് വർക്ക് ചെയ്യുന്നത്? ഇതിന്റെ ഫോർമാറ്റിനെ ഫോളോ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? അത്തരം കോൺഫ്ലിക്ട്സ്, കൺഫ്യൂഷൻസ് കാര്യങ്ങളുണ്ടോ? അല്ല, അത് എന്നാന്നറിയോ, അതെങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ കഥയെടുത്ത് വർക്ക് ചെയ്ത് വെച്ച് കഴിയുമ്പോൾ നമുക്ക് തോന്നും ഇതിനെ കൊണ്ടുപോയി ക്ലൈമാക്സിൽ ഒരു ഭയങ്കര ട്വിസ്റ്റായിട്ട് ഇത് പ്രസന്റ് ചെയ്താലോ. ചിലപ്പോൾ തോന്നും ഇത് അങ്ങനെ അല്ല, ഇതിനകത്ത് കൂടുതൽ അവരുടെ ഒരു മാനസികാവസ്ഥ അതിലൂടെ ആ ഓഡിയൻസിനെ ട്രാവൽ ചെയ്ത് കൊണ്ടുപോകുന്നതായിരിക്കും നല്ലത് ട്വിസ്റ്റിനേക്കാളും എന്നൊക്കെ. അതിനകത്ത് ചിലപ്പോൾ അത് ബാക്ക് ഫയർ ചെയ്യാം. ഇത് ഒരു കഥ എടുത്തിട്ട് നമ്മളത് എങ്ങനെ പറയണം എന്നുള്ള ഒരിതാണ്. അതൊരു നമ്മുടെ ഒരു തോന്നല, ഒരു ഗട്ട് ഫീലിംഗിൽ നമ്മൾ പോകുന്ന ഇതിങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ലതെന്ന്. ഇപ്പൊ ഞാൻ പറയാം, ഞാൻ സ്ക്രിപ്റ്റ് എഴുതിയൊരു പടമാണ് ലക്ഷ്യം. ആ ലക്ഷ്യത്തിനകത്ത് ഇങ്ങനെ കൊണ്ടുപോയി ഇന്റർവെല്ലിൽ കൊണ്ടുപോയിട്ട് അത് ബിജുമേനോനാണ് ആളെന്നുള്ളത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. പിന്നെ ഈ ഒരു വിലങ്ങിൽ ഇവർ രണ്ടുപേരുടെ കാട്ടിക്കൂടെ നടക്കുക. അപ്പൊ ഇവര് തമ്മിലുണ്ടാകുന്ന ബിജുമേനോന്റെ മാനസികാവസ്ഥയിലൊക്കെ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്തത്. മറ്റൊന്നും അറിയാൻ മേലാതെ. പക്ഷെ കുറെ പേര് എന്നോട് പറഞ്ഞു, ഞങ്ങൾ വിചാരിച്ചു ജിത്തുവിന്റെ പടമായതുകൊണ്ട് ക്ലൈമാക്സിൽ വേറെ എന്തോ ട്വിസ്റ്റ് വരാനുണ്ട്, ചിലപ്പോ ഇത് ബിജുമേനോൻ അല്ല എന്ന് പറയും. അത് പ്രശ്നമുണ്ട്. പക്ഷെ അവിടെ എനിക്ക് തോന്നുന്നത് എന്നാന്ന് വെച്ചാൽ ഞാൻ ആഗ്രഹിച്ചത് ഇയാളുടെ ഒരു ഫിയറാണ്. ഇവനെ എങ്ങനെയെങ്കിലും ഊരി രക്ഷപ്പെടണം എന്നുള്ളൊരു ഫിയർ. അപ്പൊ ആ ഒരു അത് ഞാൻ പറഞ്ഞില്ല, നമ്മളിങ്ങനെ എഴുതി വരുമ്പോൾ ഇതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു, നമ്മൾ അതിന്റെ പുറകെ പോകുന്നു. ചിലപ്പോൾ നമ്മൾ തോന്നുന്നു ലാസ്റ്റ് മിനിറ്റ് ഇങ്ങനെ ട്വിസ്റ്റിൽ അതങ്ങ് പ്രസന്റ് ചെയ്യുന്ന. ഈ ഓഡിയൻസ് ടേസ്റ്റ് പറയുമ്പോഴേ എനിക്ക് തോന്നുന്നു കരിയർ, നമ്മൾ ആരുടെ കരിയർ എടുത്താലും സക്സസ് മാത്രമല്ല അവിടെ ഫെയിലിയേഴ്സ് ഉണ്ട്, തെറ്റ് പറ്റിയ സിനിമകൾ ഉണ്ടാവാം,
അല്ലെങ്കിൽ എഴുത്തില് മേക്കിംഗ് വാട്ട് എവർ റീസൺ മേ ബി സിനിമകൾ വർക്ക് ആവാതെ പോയിട്ടുണ്ടാവാം. ഈ തിരിഞ്ഞു നോക്കുമ്പോൾ ഇതിൽ റിഗ്രറ്റ്സ് ആണോ അതോ റീവർക്ക് പോസിബിലിറ്റി ഒന്നുമില്ല. നമ്മുടെ ഒരു ഓക്കെ, നമ്മൾ ഇപ്പൊ ഊഴം എന്ന് പറയുന്ന സിനിമ അത്യാവശ്യം ഓടി, പക്ഷെ എപ്പോഴും അതിനകത്ത് എനിക്ക് ഒത്തിരി റിഗ്രറ്റ്സ് ഉണ്ട്. ഞാൻ അതിന്റെ ഒരു ക്ലൈമാക്സ് ഫൈറ്റിന്റെ ഇടയ്ക്ക് കഥ പറയുന്ന ഒരു രീതി കൊണ്ട്. പക്ഷെ കമൽ സാറ് അത് കണ്ടിട്ട് എന്നോട് പറഞ്ഞു നല്ല മേക്കിംഗ് ആണ്, ആ രീതിയിലുള്ള കഥ പറച്ചിൽ ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു കമൽഹാസൻ സാർ. പക്ഷെ ഒരാൾ എന്നെ ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു എനിക്ക് പടം ഇഷ്ടപ്പെട്ടു, നല്ല രസമുണ്ട്, അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു. അപ്പോൾ എൻ്റെ വൈഫും ഉണ്ടായിരുന്നു. വൈഫിന് എന്തോ കൺഫ്യൂഷൻ ഉണ്ട്. വൈഫ് ചോദിച്ചു പൃഥ്വിരാജ് ഡബിൾ റോൾ ആയിരുന്നു എന്ന് ചോദിച്ചു. കിട്ടിയില്ല ഒന്നത്. പിന്നെ അതിനകത്ത് കുറച്ച് പേര് പറഞ്ഞു ഇമോഷൻ വർക്കായില്ല എന്ന് പറഞ്ഞു. ചിലപ്പോൾ അത് ഇങ്ങനെ ഇട്ട് കട്ട് ചെയ്തപ്പോഴായതുകൊണ്ടായിരിക്കും ഇമോഷൻ പോയത്. അപ്പം ചിലത് നമ്മൾ ഉദ്ദേശിക്കുന്ന ഇമ്പാക്ട് ഉണ്ടാവണമെന്നില്ല, ചിലത് ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിക്കാൻ മുകളിൽ. അതാ ഞാൻ പറഞ്ഞു, ഇതൊന്നും അന്നേരത്തെ നമ്മുടെ ഒരു തോന്നലില്ല. അത് പോകുന്നു ഈ എഴുത്ത് തന്നെ, ഇതെല്ലാം നമ്മുടെ ഒരു തോന്നൽ. ഇപ്പം ദൃശ്യത്തിന്റെ ഫസ്റ്റ് പാർട്ട് എഴുതുമ്പോൾ ആദ്യം പോലീസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞ കോൺസെപ്റ്റേ ഇല്ല. അവർ സംസാരിക്കുന്നതിന്റെ താഴെയാണ് ഇത് കുഴിച്ചിട്ടിരിക്കുന്നത്. പിന്നെ അവിടുന്ന് വന്നതാണ് പോലീസ് സ്റ്റേഷനല്ല. അപ്പം അതൊരു വിഷയം വന്നില്ലായിരുന്നു ഈ പടം ചിലപ്പോൾ ഇത്രയും ഇത് ചെയ്യത്തില്ല. അപ്പൊ ഇതെല്ലാം സംഭവിക്കുകയാണ്. ഒരു ദൈവാനുഗ്രഹം, നല്ല ചിന്തകൾ വരുന്നു, നല്ല തീരുമാനങ്ങൾ എടുക്കാനുള്ള ഒരു ദൈവാനുഗ്രഹം അല്ലെങ്കിൽ ഉണ്ടാകുക എന്ന് പറയുന്നതിൽ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഈ ജിതിയസ് എന്നുള്ള പേര് എപ്പോഴും പറയുമ്പോഴേ എന്ത് ഡിസ്കഷൻ വരുമ്പോഴും ഏറ്റവും കൂടുതൽ അവിടെ ചോദിക്കപ്പെട്ട് കണ്ടിട്ടുള്ളത് മമ്മൂട്ടി കൊളാബറേഷൻ ആണ്. അതിന് നേരത്തെ സാധ്യതകൾ പറഞ്ഞിരുന്നു. ഇനി അങ്ങനെ ഒരു പോസിബിലിറ്റി, ആഗ്രഹം, പ്ലാൻസ്? ആഗ്രഹം എന്നും ഉണ്ട്. അതിപ്പോ ഞാൻ ഈ അടുത്തും ഒരു സബ്ജക്റ്റിന്റെ സാധ്യതകൾ കുറിച്ച് ഞാനിങ്ങനെ ആലോചിച്ചു വന്നിരുന്നു. പക്ഷെ ഒന്നും അങ്ങോട്ട് നടക്കുന്നില്ല. മാത്രം ത്രില്ലേഴ്സ് അല്ലാണ്ട് എന്തായിരിക്കും നിങ്ങൾ കാണുന്ന ഒരു ഇഷ്ടപ്പെട്ട ജോൺറേ? ഏറ്റവും ഇഷ്ടം ഹ്യൂമർ സിനിമകളാണ്. ത്രില്ലർ എന്ന് പറഞ്ഞാൽ ആക്ഷൻ കാറ്റഗറി പെട്ടതല്ലെങ്കിൽ ആക്ഷനും ഉണ്ട്. ഞാൻ ഉദ്ദേശിക്കുന്ന ത്രില്ലർ എന്ന് പറയുന്നത് ശരിക്കും മെമ്മറീസ് ആണ്. അത് കഴിഞ്ഞ് കൂമൻ ഒരു ത്രില്ലറായിരുന്നു. ഇപ്പൊ ഊഴമൊക്കെ ഒരു ആക്ഷൻ പടമാണ്. പിന്നെ അതിനെ ആക്ഷൻ ത്രില്ലർ എന്ന് ചിലർ പറയുന്നു. അപ്പൊ ഫാമിലി ത്രില്ലറിന് ദൃശ്യത്തിനെ വിളിക്കുന്നു. ഞാൻ അതിനെക്കുറിച്ച് കുറച്ചുകൂടി മേ ബി ഫാമിലി ത്രില്ലർ എന്ന് പറയാം. ഓക്കെ, എനിക്കറിയില്ല. പക്ഷെ എനിക്ക് കാണാൻ ഇഷ്ടം ഭയങ്കര. ഞാനിപ്പോഴും യൂട്യൂബിൽ സമയം കിട്ടിക്കഴിഞ്ഞാൽ യൂട്യൂബിൽ നിന്ന് മറ്റേ കോമഡി ഷോസും അതും കാണുന്ന ഒരാളാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കോമഡി. ആർക്കാ ഇഷ്ടമില്ലാത്ത. ഇപ്പോ മെമ്മറീസ് ആണെങ്കിൽ സാമിനൊരു ക്ലോഷർ കൊടുത്തു. കൂമനിലാണെങ്കിൽ ആ ക്യാരക്ടർ ക്ലോഷർ ഉണ്ടെങ്കിൽ കൂടി അവിടെ ഇയാൾക്ക് ഇനി സാധ്യതകളില്ലേ? ഈ ക്യാരക്ടർ സാധ്യതകൾ മെമ്മറീസിലുണ്ട്. സാമിനെ ഈ പറഞ്ഞ പുതിയ പഴയ ഇതെല്ലാം ശരിക്കും ഒരു ഫ്രാഞ്ചൈസി ബിൽഡിങ്ങിന് എപ്പോഴും യൂസ് ചെയ്യാവുന്ന ടൂളുകളല്ലേ? ആയിരിക്കാം. പക്ഷെ ഞാൻ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ല. എന്റെ പ്രശ്നം എന്നറിയോ, ഇപ്പൊ കുറെ പേര് ആരെങ്കിലും ഒരാൾ യൂണിവേഴ്സ് ഉണ്ടാക്കുക അങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് വന്നു പറഞ്ഞപ്പോ ഒരു യൂണിവേഴ്സ് പറഞ്ഞാൽ എനിക്ക് അങ്ങനെയൊന്നുമില്ല. യൂണിവേഴ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ ഞാനൊരു കഥ ഒരു മനസ്സിൽ വരുമ്പോൾ ആ കഥയെ എങ്ങനെ അപ്രോച്ച് ചെയ്യണം ചെയ്യുന്നു. നാളെ ചിലപ്പോൾ അങ്ങനെ ഒരു യൂണിവേഴ്സിന്റെ സാധ്യത വന്നാൽ ചിലപ്പോൾ ഉപയോഗിക്കാറുണ്ട്. അപ്പൊ അങ്ങനെയൊന്നും എനിക്ക് തോന്നുന്നില്ല. അതാണ് ഈ മഴയൊക്കെ പെയ്യുന്നത്. അവസാനമായിട്ട് ചോദിക്കുകയാണെങ്കിൽ ഈ സിനിമ കാണുന്നു, ഇത്രയും വർഷം ഇത്ര അധികം സിനിമകൾ കണ്ടിട്ടുണ്ടാവും. TV കണ്ടിട്ടുണ്ടാവും, ഫോണിൽ കണ്ടിട്ടുണ്ടാവും, ലാപ്പിൽ കണ്ടിട്ടുണ്ടാവും, സ്ക്രീനിൽ കണ്ടിട്ടുണ്ടാവാം. സിനിമ കാണുന്നതിന് ഒരു ഫോർമാറ്റ് ഉണ്ടോ? എനിക്ക് മേക്കറോട് ചോദിക്കാനുള്ളതാണ്. ശരിക്കും അയാൾ കാണുന്ന പെർസ്പെക്റ്റീവ് എന്താണ്? ഈ മേക്കേഴ്സ് പെർസ്പെക്റ്റീവ് ആണോ, ഓഡിയൻസ് പെർസ്പെക്റ്റീവ് ആണോ, പ്രൊഡ്യൂസേഴ്സ് പെർസ്പെക്റ്റീവ് ആണോ? ഞാൻ ഓഡിയൻസ് പെർസ്പെക്റ്റീവും കുറച്ച് പ്രൊഡ്യൂസേഴ്സ് പെർസ്പെക്റ്റീവും കുറച്ച് ഡയറക്ടേഴ്സ്. കാരണം എൻഡ് ഓഫ് ദ ഡേ ഓഡിയൻസ് പെർസ്പെക്റ്റീവ് പോയില്ലെങ്കിൽ ആ പടം വർക്കൗട്ട് ആകും. ആ പടം വർക്കൗട്ട് ആയില്ലെങ്കിൽ പ്രൊഡ്യൂസർ കുത്തുവാള എടുക്കും. അപ്പൊ ഞാൻ എപ്പോഴും ആലോചിക്കുന്നുണ്ട്, ഒരു പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നയാൾക്ക് മിനിമം ഇൻവെസ്റ്റ് ചെയ്ത പൈസ ഇന്ന് തിരിച്ചു വരണം. അതുകൊണ്ട് ഞാനെപ്പോഴും അത് ശ്രദ്ധിക്കാറുണ്ട്. അതിന് ബേസിക് വേണ്ടത് എനിക്ക് വേണം ഒരു ഡിസിപ്ലിനറി ഒരു പ്രൊഡക്ഷനാണ് വേണ്ടത്. പ്രോപ്പർ സ്ക്രിപ്റ്റ്, അത് പ്രോപ്പറായിട്ട് എഡിറ്റ് ചെയ്ത് ലോക്ക് ചെയ്ത് നല്ല രീതിയിൽ പ്രീ പ്രൊഡക്ഷൻ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ബഡ്ജറ്റിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഇത് തന്നെ നമ്മൾ 6 ദിവസം കൊണ്ട് പ്ലാൻ ചെയ്ത പടം 9 ദിവസത്തിനുള്ളിൽ തീരുകയാണ്. അതെന്ന് വെച്ചാൽ ഞാൻ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്ന പ്രീ പ്രൊഡക്ഷനിലാണ്. 3, 3.5, 4 മാസമൊക്കെ പ്രീ പ്രൊഡക്ഷൻ എടുക്കും. ബെറ്റർ പ്രീ പ്രൊഡക്ഷൻ, ബെറ്റർ റിസൾട്ട്. എന്തായാലും എല്ലാവിധ ആശംസകളും. മിറാഷിനും വരാൻ പോകുന്ന എല്ലാ സിനിമകൾക്കും താങ്ക് യു.